എന്താടാ ചെയ്യാ? പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. നിന്റെ മോൻ കണ്ടറിയാലോ ടെൻഷൻ ഉണ്ടെന്ന്. ഇതിലിപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ടടാ. അല്ലേ പോട്ടാ, നീ ഒന്നും മിണ്ടായിരടാ. ഇതിലാരാ? ബാബു ആരാ? കേറി വാ. ഞാനവിടെ പണിയെടുക്കാൻ തുടങ്ങിയ കാലം പോലെ അമ്മാള പാഡേസിലെ ഇഡ്ഡലി സപ്ലൈ ചെയ്യാറ്. പണ്ടൊക്കെ ഞാൻ ഇഡ്ഡലി എടുക്കാൻ അവരുടെ വീട്ടിൽ പോവാറുണ്ട്. പക്ഷെ എന്നെക്കാൾ കൂടുതൽ പരിചയം അജയനാ. അവനാ കുറെ കാലമായിട്ട് ഇഡ്ഡലി എടുക്കാൻ പോവാറ്. സാധാരണ ഞാൻ ചെല്ലുമ്പോൾ ഇഡലിയുടെയും ചട്നിയുടെയും പാത്രം പുറത്തിരിപ്പുണ്ടാവും. ഞാനത് എടുത്തുകൊണ്ട് വരും. എന്നോട് വലിയ വർത്താനൊന്നും പറയാറില്ല. കുറച്ചാൾ മുമ്പ് ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുറത്ത് ഇഡലി പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിനകത്ത് കയറി നോക്കിയപ്പോൾ ചമ്പാമ്മ ഇഡലി ഇന്ന് ഇഡ്ഡലി ഇല്ല, ചമ്മന്തി ഇല്ല. എന്ത് പറ്റിയത്? ഇതെല്ലാം കേൾക്കുന്നതൊക്കെ നീ ആര്? നിന്നെ ഞാൻ ഈ വീട്ടുകളിൽ വിട്ടത്? പോടാ 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 വെളിയെ. ചമ്പാമ്മ ഇഡലി ഇല്ലാതെ ചെന്നാ അൻവർക്ക് ചീത്ത പറയും. കച്ചവടം നടക്കണ്ടേ? നിങ്ങളിങ്ങനെ രാവിലെ ഇഡ്ഡലി ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ഉണ്ടാക്കാനാ? സ്ഥിരം ആൾക്കാരുള്ളതാ. ഇഡ്ഡലി ചട്നി എല്ലാം വീട്ടുക്ക് വെളിയെ. ഇത് ഞാൻ വീട്. ഇവിടെ യാര് വരണം യാര് പോണം ഞാൻ തീരുമാനിക്കണം. പോടാ 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 വെളിയെ. പിറ്റേ ദിവസം മുതല് ഇഡലി എടുക്കാൻ പോവാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അൻവർക്ക് സമ്മതിച്ചില്ല. എന്നിട്ട് കാപ്പി കുടിക്കുന്ന? കാപ്പി കുടിച്ചിട്ട് പോവാണ്ട. വാ മോനെ, വാടാ. അതി പിന്നെ അവരെന്നോട് ഒരുപാട് വർത്താനം പറയുമായിരുന്നു. അവർക്കതൊക്കെ കേൾക്കാൻ ഒരാളിരുന്നാ മതി. ഒറ്റയ്ക്ക് അതിൻ്റെ വിഷമം പറച്ചിലായിരുന്നു എപ്പോഴും. പിന്നെ പിന്നെ അതും മാറി അവരുടെ കുട്ടിക്കാലത്തെ കഥകൾ പറയാൻ തുടങ്ങി. അത് പറയുമ്പോ 1000 നാവായിരുന്നു അമ്മയ്ക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ரொம்ப രുചിയാ இருக்கும். അത് വായില പോട്ടാലേ അവിടെ അലിഞ്ചു പോയിടും. നാട്ടിലത്തെ കാര്യമൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ നാട്ടുകാർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അടിയും വെട്ടും. എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ അമ്മ മരിച്ച കാര്യം. അവരുടെ ചെറുപ്പത്തിൽ നാട്ടിലെന്തോ ജാതിക്കാർ തമ്മിൽ അടിയുണ്ടായപ്പോഴാ അമ്മയെ കൊന്നത്. അവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നതാ. പിന്നെ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ എത്തിയപ്പോഴാ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയതെന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നാലും അവർക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. கடைசியில் இது மாத்திரம்தான் பாக்கி இருக்கு. இதில் இப்போ யாரும் இல்லை. எல்லாரும் இனி நான் கூட மரிச்சா വാരി അള്ളി കിടച്ച സ്നേഹം, പാസം എല്ലാം ഒരു ചിന്ന ആഗ്രഹം കൊണ്ട് നഷ്ടപ്പെട്ട് ആസപ്പെട്ട ആൾ കൂടെ വാഴணுங்கிற ആസை. ஆனா அதுவும் நடக்கல. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഒരാളോടെ നിനക്കിഷ്ടം തോന്നിയാ அந்த ஆள் നിന്നെ തിരിച്ച് നേസിക്കുന്നതെന്ന് தெரிஞ்சா പിന്നെ இந்த உலகம் முழுவதும் எதிர்த்தாலும் நீ அந்த நேசத்தை கைவிடக்கூடாது. அப்படி செஞ்சா இந்த வாழ்நாள் முழுக்க ஏங்கி கடைசியில நீ உயிரற்ற உடலை வாழ வேண்டியிருக்கும். ഇത് നിൽക്കുന്നത് ജിനീഷ് ആരാ? കയറി വാടോ. ഞാൻ വാ കയറി വാ. സാറേ, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. പെട്ടെന്ന് കുടിച്ചിട്ട് വാ.
വാടോ കയറി വാടോ. സാർ ഇവിടെ തന്നോടല്ലേ പറഞ്ഞേ കയറി വരാൻ. ആ സാർ സാർ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് സാർ. താനിത് പറയാൻ തുടങ്ങിയിട്ട് 7-8 മാസമായല്ലോ. സാർ നിങ്ങളത് തോന്നിയ പോലെ കളിച്ചാൽ എങ്ങനെയാണോ? കേസ് ക്രൈംബ്രാഞ്ചിന് പോയി നല്ല പ്രഷറുണ്ട്. ഇവന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ആരെങ്കിലും കയറി പ്രതിയാക്കാൻ പറ്റുമോ? തൽക്കാലം നമുക്കൊരു ഹെൽമെറ്റ് പരിപാടി നടത്തിയാലോ സാറേ? പൊക്കോടോ സാർ. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകം നടന്നിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞു. ലോക്കൽ പോലീസ് അന്വേഷിച്ച് പറ്റാത്തോണ്ടാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. സോ യു ഹാവ് ടു ക്ലിയർ ദ മെസ് ആസ് വെൽ ആസ് പോസിബിൾ. ഓക്കെ സർ, ഓൾ ദ ബെസ്റ്റ്. നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലാണല്ലോ വിശ്വാസം. കാര്യങ്ങൾ തീരുമാനിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലേടോ. പോലീസ് നീതി പാലിക്കുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഈ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്തിന്റെയും സാറിനെ കാണാതെ ഞങ്ങൾ ഇവിടെ പോകില്ല. സാറ് വരട്ടെ, സാറ് വന്നിട്ട് സംസാരിക്കാം. ഞങ്ങൾക്ക് പറയാൻ കാതുവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. എന്ത് കാണാനോട് ഇവന്മാർ നിൽക്കുന്നത്? അവർക്ക് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ പ്രശ്നം? സാർ ഇത് കണ്ടോ? ചെമ്പകമാൾക്ക് നീതി കിട്ടാൻ വേണ്ടി ജാഥ നടത്തിയതിന് ഈ പോലീസുകാർ എനിക്ക് തന്ന സമ്മാനം. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ തല്ലുകൊണ്ട് ജാഥ നയിച്ചോണ്ടാ സാർ ഇവിടെ വന്ന് നിൽക്കുന്നേ. ആ ഓർമ്മ സാറിന് വേണം. ഞാനിപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരണോ? തരണം സാർ. ചെമ്പകമ്മാളെ കൊന്നവനെ പിടിച്ചു തരണം. സാറിനുമില്ലേ ഒരമ്മ? വീട്ടിൽ ഒരുപാട് ബന്ധുക്കളുണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം സാറിന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരില്ലേ? അതൊന്ന് സാർ ഓർത്താ മതി. പെങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞ്? അനുരാധ ശ്രീധർ, വക്കീല, പിന്നെ ഈ സമരസമിതിയുടെ കൺവീനറും. ഞങ്ങളിപ്പോൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ പെങ്ങളെ. അപ്പോഴേക്കും ഇങ്ങനെ ബഹളം വെച്ചാലോ? സാർ അധികം പഞ്ചാരെന്ന് പറയണ്ട. ക്രൈംബ്രാഞ്ചിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാൻ സമയം എടുക്കണ്ട. ഞങ്ങൾ സമരം ചെയ്ത് CBI കൊണ്ടുവരും. വേണമെങ്കിൽ അതിനുവേണ്ടി ഈ കൈയൊടിക്കാനും ഞാൻ റെഡിയാ. അയ്യോ, അതൊക്കെ വേണം. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ജനങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം സാറേ. ആയിക്കോട്ടെ മാഡം. പക്ഷെ ഇപ്പം ഞാനൊന്ന് അകത്തോട്ട് പോക്കോട്ടെ. മാഡത്തിനെ പിന്നീട് വന്ന് സൗകര്യമായിട്ട് കണ്ടോളാം. ഞാൻ പറഞ്ഞല്ലോ സർ, അപ്പന് സുഖമില്ലാത്തതുകൊണ്ട് ഇനി വീട്ടിൽ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയത്. നിനക്ക് വേറെ ജോലി കിട്ടിയിട്ട് പോയെന്നാണല്ലോ നീ ബാക്കിലോട് പറഞ്ഞേക്കുന്നേ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. സത്യം പറയടി, നിനക്ക് മേപ്പയിലുള്ള ഷാനെന്നുള്ള ഒരുത്തിനായിട്ട് ചുറ്റികളി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, വിളിക്കുമ്പോ വരണം. പറയൂ. செண்பகாக்காக்கு கொஞ்ச நாளாவே என்னமோ கவலை இருந்தது. அவ எனக்கு ஃபோன் பண்ணும்போதெல்லாம் அப்படியே தோணுச்சு. ஏதோ ஒரு ஜோசியக்காரன் என்னமோ சொன்னான்னு அழுதுகிட்டே இருந்தா. ജോത്സൻ എന്തു പറഞ്ഞു? அது 52 வயசு வரைக்கும் அவளுக்கு ஆயுசாம். ஒரு ஆளு வீட்டில் அவளை கொல்லுமா. போலீஸ் தேடினா கூட கொலை பண்ண ஆளை பிடிக்க முடியாதுன்னு ஜாதகத்தை பார்த்த ஒரு ஜோசியர் சொன்னாராம். அப்படி சொன்னதுக்கு அப்புறம் 14வது நாள் தான் இப்படி நடந்துச்சு. സാറേ, അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. വയസ്സ് 50 കഴിഞ്ഞതല്ലേ, തനിച്ച് താമസിക്കുകയല്ലേ, സൂക്ഷിക്കണം. ജാതകത്തിൽ ചിലത് മോശമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. സാറേ, ജാതകത്തിൽ ശരിക്കും അങ്ങനെ കണ്ടു കാണുമോ സാറേ? സാറേ, ഞാൻ അവരുമായിട്ട് റോഡിൽ വഴക്കുണ്ടാക്കി എന്നുള്ളത് നേരാ. പണ്ട് കുറച്ച് പൈസ കടം തന്നിരുന്നു. പലിശയുടെ പ്രശ്നം, അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. സാറേ, അവരെൻ്റെ കടയിൽ നിന്നാണ് അരിയും ഉഴുന്നും ഒക്കെ സാധാരണ മേടിക്കാറ്. കാശിൻ്റെ കാര്യത്തിന് ഇടയ്ക്ക് വല്ലപ്പോഴും കണക്ക് പറയാനോ മറ്റോ ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ അവരെ ഫോൺ വിളിക്കുക ശല്യപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല സാറേ.
നീ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ അത് ആരെങ്കിലും നിന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണോ? അത്ര അറിഞ്ഞാൽ മതി. അയ്യോ സാർ, അന്ന് രാത്രി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൂടിയില്ല. അന്ന് രാത്രി ജോലി സമയത്ത് ഒരു ചുവന്ന ബനിയനല്ലേ ഇട്ടിരുന്നത്? അത് സാറേ, എനിക്ക് ഹോട്ടലിലെ ക്ലീനിങ്ങിന് ആകെ ഒരു ചുമന്ന ബനിയനുള്ളൂ. ആ ഭാസ്കറിന് നിന്നോട് വല്ല വിരോധമുണ്ടോ? ഇല്ല, ഞാനടുത്ത് മിണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അയാൾ ഉറപ്പിച്ച് പറയണത് നീ കത്തിയെടുത്ത് അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോണോ കണ്ടു എന്നാണല്ലോ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അയാൾ നുണമാണ് സാറേ, എനിക്കറിയില്ല സാറേ. സത്യം എനിക്കൊന്നും അറിയില്ല സാറേ, നുണമാണ് സാറേ അയാൾ. അയാൾ നുണ പറയണതാണെന്ന് നീ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ നുണ പറയണതല്ല എന്ന് ആര് പറയണത് കേട്ട് വിശ്വസിക്കും? സാറേ, സത്യം സാറേ, ചെയ്തിട്ട് സാറേ, നുണ പറയണം സാറേ. ചെല്ല്. നീ അക്കൻ്റെ അടുത്ത് രാത്രി ചെല്ലാറില്ലേ? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മളിങ്ങനെ താല്പര്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആന്തരാ, നീ എടുത്ത പൊങ്ങൂല്ലേ? എടുത്താൽ പൊങ്ങാത്തത്ര കനമൊന്നും അതിനില്ല സാറേ. പിന്നെ നമ്മളെന്ത് പറയാനാ സാറേ, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. നമുക്കൊക്കെ ഈ ചത്ത് കരക്കിളക്കുന്ന സ്രാവ് പോലുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ. വാല് പോലും പിടയ്ക്കില്ല. അപ്പോൾ ഭാസ്കര, നിനക്ക് കിട്ടണില്ലെങ്കിലും വേറെ ആരെങ്കിലും അവിടെ കയറി നിരങ്ങുന്നുണ്ടോ? ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ ശരി, ഞാൻ പറയില്ല. എന്ത് വന്നാലും ഞാൻ പറയില്ല. സാറിന് എന്ത് തന്നാലും ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. അതെന്താ ഭാസ്കര അങ്ങനെ ഒരു കടുംപിടുത്തം? കാരണം നമുക്ക് കിട്ടാത്ത സാധനം വേറൊരുത്തരം അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് അസൂയ കുശുമ്പെന്നൊക്കെ. ഞാൻ അത്തരക്കാരനല്ല, എനിക്ക് അസൂയയും കുശുമ്പൊന്നും ഇല്ല സാറേ. എന്നാലും ഇപ്പോൾ ഭാസ്കരൻ്റെ അത്ര ഉറപ്പ്? കണ്ണുകൊണ്ട് കാണണമല്ലേ സാറേ. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാരെയാ. ഇവൻ എപ്പോൾ വന്നു എപ്പോൾ പോകണമെന്ന് ആർക്കറിയാം? ആരെങ്കിലും ചോദിച്ചാൽ അവന് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ വന്നു. ആർക്കും അറിയില്ലേ ഇവൻ്റെയൊക്കെ ഇഡ്ഡലി എടുക്കൽ എന്താന്ന്. ഈ ഇഡ്ഡലിയുടെ കൂടെ അവൻ എന്ത് ചമ്മന്തിയാ കൂട്ടിക്കടിയുന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞ കുറ്റം അസൂയ. ഞാനല്ല സാറേ, ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞോളാം. നീ അവരെ വച്ചോണ്ടിരിക്കുന്നല്ലടാ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ആറ്റം പീസ് തന്നെയല്ലേ? സാറേ, നേരി പറഞ്ഞപ്പോ അവന് ദേഷ്യം വരുന്ന കേട്ടോ. നിനക്ക് എത്ര വയസ്സാടാ? എന്താ നിനക്ക് നിന്റെ വയസ്സറിയില്ല? ചമ്പകമ്മാൾ മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഒരു രാത്രി 9 മണിക്ക് ശേഷം നീ അവരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ശരിയല്ലേ? നീ അവരെ എവിടെ കൊണ്ടുപോയിട്ടാ? സാറേ, അവരെൻ്റെ അമ്മേനെ പോലെ സാർ. അമ്പലത്തിൽ ഉത്സവത്തിന് രാത്രി കൂട്ടിന് വരുമെന്ന് എൻ്റെ അടുത്ത് ചമ്പമ്മ ചോദിച്ചാ. വേറെ ആരും കൂട്ടില്ലാത്തോണ്ട് എന്നെ വിളിച്ച്. ഞാൻ ഷെഫിനോട് പറഞ്ഞ് രാത്രി ഡ്യൂട്ടിന്ന് ലീവ് എടുത്തിട്ടാ അന്ന് അമ്മേനോട് പോയത്. അവരെ ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ പരിചയമുണ്ടായിരുന്ന ആരും അന്ന് കച്ചേരിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടാ അമ്മ എന്നെ കൊണ്ടിട്ട് പോയത്. സർ, തനിക്ക് ആ കേസ് ഒന്ന് ഡാമേജ് കൺട്രോളായിട്ട് 15 ദിവസം എന്ന് പറഞ്ഞ 15 ദിവസമാണ്. സർ സൈമൺ, മറ്റൊരുത്തിനെ തനിക്കൊരു കിട്ടിയില്ലടോ. സർ, എത്ര എണ്ണത്തിന് കെട്ടി തൂക്കിയിട്ടാണെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ സർ. ആൻഡ് യു മസ്റ്റ് ഗോ ഓൺ ദ മോസ്റ്റ് കൺവീനിയന്റ് ഫിറ്റ്, ബട്ട് ദ ക്യാച്ച് ഷുഡ് ബി പെർഫെക്റ്റ്. കേട്ടോ? അജയ, പോലീസുകാർ നിന്നെ അടിച്ചോടാ?
ഇല്ല, അവർ ചോദിച്ചതിനൊക്കെ ഞാൻ അറിയാവുന്നത് പറഞ്ഞു. നാട്ടിലുള്ള എല്ലാവർക്കും അവരിന്ന് തോനെ തെറിയിട്ടുന്നുണ്ട്. നമ്മുടെ പലചരക്കടയിൽ ആ പവിത്രേട്ടനില്ലേ, അയാൾക്ക് കിട്ടി തെറിയുടെ കഥ കേട്ടപ്പോണ്ടല്ലോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. അവരാരും പോലെ അല്ല ഞാൻ. എന്നെപ്പോലൊരാൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും. കുറ്റം ചെയ്തിട്ടൊന്നുമല്ല, തൂക്കാമ്പരയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ലേ? അറിയാതെ കാലൊന്നും എഴുതിപ്പോയാൽ താങ്ങാൻ ആരും ഉണ്ടാവില്ലോ എന്നുള്ള പേടി. ആ പേടിയൊക്കെ കളയാ ചെയ്യാ, ഞങ്ങളൊക്കെ ഇല്ലേ. ഒരു പ്രശ്നം വന്ന ആരും ഉണ്ടാവില്ല, ഒക്കെ വെറുതെ പറയാ, അനുഭവിച്ചാലേ അറിയുള്ളൂ. നീ അങ്ങനൊന്നും കരുതല്ലേ, ഞാനുണ്ട് കൂടെ, കട്ടയ്ക്ക് സപ്പോർട്ട്. പോരെ, വിശ്വാസമായില്ല അല്ലേ? കണ്ണടക്കി അടക്കി. വിരൽത്തുമ്പും ചുംബിക്കും നിമിഷത്തിൻ ചിറകടികൾ മൗനം. മനസ്സ് മനസ്സിലേക്കൊഴുകും പ്രവാഹത്തിൻ തിരയടികൾ മൗനം. ഇപ്പൊ നിനക്ക് ഇത്തിരി ധൈര്യമൊക്കെ വന്നില്ലേ? മൗനത്തെ വെല്ലുന്ന നാദമേത്, ആകാശമെന്ന മഹാനാദം. കിട്ടിയ ഇൻഫർമേഷൻസ് കറക്റ്റാണ് സാർ. കരുനാപ്പള്ളിയിലെ ഹോസ്പിറ്റലിൽ ആരോ പെറ്റിട്ടിട്ട് പോയതാ. ഒരു നേഴ്സാണ് എടുത്ത് വളർത്തിയത്. അലമ്പായിരുന്നു കക്ഷി. പള്ളിപ്പുറത്തുള്ളൊരു ഐസ്ക്രീം ബാറിൽ അവൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ മുമ്പ് മുളന്തുരുത്തിൽ ഒരു ചെറിയ കുത്ത്. ഒന്നും ഇതുവരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരാൾ തന്നെ സാർ ഇയാൾ. പെർഫെക്റ്റ് ക്യാച്ച്. എനിക്ക് സംശയമില്ല, അതവൻ തന്നെയാ. സാറേ, ഇവനാ സമീർ, പന്തല് പണിയാ, അജയന്റെ കൂട്ടുകാരനാ. ഇങ്ങോട്ട് വാടാ. ഈ അജയൻ നിന്റെ കൂടെ പന്തല് പണിക്ക് വരാറുണ്ടോ? പണ്ടൊക്കെ വരാറുണ്ടാണ് സാറേ, ഇപ്പൊ ഈ ഹോട്ടലിൽ പോയി പിന്നെ വരാറില്ല. ഓ, അപ്പൊ പണിയൊക്കെ അറിയാം. ഈ വീടിന്റെ മുകളിൽ കയറിയിട്ട് ഓട ഇളക്കാനുള്ള വിദ്യയൊക്കെ പഠിച്ചിട്ടുണ്ട്. അവൻ കുറച്ചു കാലം ജുവനൈൽ ഹോമിൽ കിടന്നിട്ടില്ലേ? കളവ് കേസില്ല? കളവിനൊന്നുമല്ല സാറേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരോ പിടിച്ച് ചിൽഡ്രൻസ് ഹോമിൽ ആക്കിയതാ. ഓ, അപ്പൊ അവൻ ആ വീട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടോ? ഇല്ല, ഇപ്പൊ ഹോട്ടലിലാരും കൊടുത്ത മുറിയിലാണ് താമസിക്കുന്നത്. അവന് ലേശം കഞ്ചാവിന്റെ പരിപാടിയുണ്ട് സാറേ. ഇടയ്ക്ക് ഗോവയ്ക്ക് പോകാറുണ്ട്. ഉണ്ടോ? എനിക്കറിയില്ല സാറേ. മയക്കുമരുന്ന് കൊണ്ട് നടക്കുന്നവരൊക്കെ പോലീസുകാർ ചോദിച്ചാൽ ഉടനെ അതങ്ങ് സമ്മതിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നതാണ് നീ കരുതിയത്. അല്ലാണ്ട് ഞാനാ പണിക്ക് പോകുന്ന ആളല്ല സാറേ. നീ നടക്കണില്ലെങ്കിലും നിന്റെ കൂട്ടുകാരന്മാർ വേണ്ടാതിനും ചെയ്താൽ മറുപടി പറഞ്ഞ് വരില്ലേ? കൂട്ടുകാരൻ പ്രതിയായ നീ കൂട്ടുപ്രതി ആവില്ലേ സമീറെ? പറയടാ. നീ വാ. സാറേ, ഈ താജുദ്ദീൻ നിങ്ങളെ കൂടുതലുണ്ടോ? ഇല്ല സാറേ, വീട്ടിൽ കാണും. അവന്റെ വീട് എവിടെ? വീട് ഇവിടെ അടുത്താ സാറേ. ഇച്ചിരി മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് പോകണം. ആ വയലിനക്കരെ മൺറോഡാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നമൊന്നുമില്ല, കണ്ടോളാം. അവന്മാരെന്തിനാ താജുദ്ദീനെ അന്വേഷിക്കുന്നത്? പോലീസുകാർ ഇന്നലെ സമീറിനെയും കൊണ്ടുപോയി. സമീറിനെയും കൊണ്ടുപോയി? എടാ, ഇതെന്തോ പ്രശ്നമാണ് കേട്ടോ. ഓരോരുത്തരും കാര്യം ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞില്ല. പിന്നെന്താ ചോദിച്ചേ?
അവർ വഴി ചോദിച്ചു, ഞാനത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇത് പ്രശ്നമാവും? ഇപ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. പോലീസുകാർ വെറുതെ പറയുന്നതായിരിക്കും. മംഗളാത്ത് പോയെ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തേ? അവരെന്നെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആര്? ആ പോലീസുകാർ. ഇനി നീ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. എടാ നീ ഒരു പണിയേ. നാളെ രാവിലെ ചന്തയിൽ മീൻ വിൽക്കണ കുഞ്ഞിക്കയില്ലേ, പുള്ളി എടുത്ത് തന്നേക്ക്. എവിടെ പോവാനാ? രാജാക്കട്ടി ഷബീറുണ്ട്. ഞങ്ങൾ നിന്നെ ഇവിടെ സേഫായിട്ട് എത്തിക്കാം. ദേ കണ്ട ഒരു യാത്ര പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. പോയിട്ട് വാ. എൻ്റെ കൂടെ നീയും വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വരാം, ഞാൻ വരാം. ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയട്ടെ. നീ നമുക്ക് പറ്റിയൊരു താമസ സ്ഥലവും എനിക്കിവിടെ ചെയ്യാൻ പറ്റിയൊരു ജോലിയും കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നീ ധൈര്യമായിട്ട് പൊക്കോ. ആ ചെമ്പമാലിൻ്റെ സ്നേഹം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവർ നിന്നെ കാക്കും. ഞാൻ പോരാക്കാം. താജുദ്ദീൻ എവിടെ? അവൻ വന്നില്ലേ? നീ അവരുടെ മുങ്ങി നടക്കണല്ലേടാ. മുങ്ങി നടക്ക്? ആരുടെ? പോലീസുകാരേന്ന്. പോലീസുകാർ? നിങ്ങൾ എന്തേ പറയാ? ഹോട്ടലിൽ നിന്ന് പോന്ന ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്താ. പിന്നെ ലീവ് നീ അവരുടെ കാശടിച്ച് മാറ്റില്ല. ഞാൻ കാശടിച്ച് മാറ്റിന്നോ? ആര് പറഞ്ഞു? ആരെങ്കിലും ആവട്ടെ, നിന്നെ ഉറപ്പായിട്ട് അമാര് പോക്കും. ആര്? അഷ്റഫിക്ക? അല്ലടാ പോലീസുകാര്. താജുദ്ദീൻ നീ കട്ടതിനൊന്നുമല്ല, കൊന്നതിന്. ചെമ്പകമാലിനെ കൊന്നതിന്. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാണ് പോലീസുകാർ വട്ടം ചുറ്റി നടന്ന ആൾക്കാരെ പിടിച്ച് ചോദ്യം ചെയ്യുന്നേ? എടാ എല്ലാം തെളിഞ്ഞു. എന്തെളിഞ്ഞെന്ന്? നീയാണ് അമ്മളെ കൊന്നതെന്ന്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിന്റെ അമ്മേന്റെ പ്രായമില്ലടാ അവർക്ക്. നിനക്കൊന്നും ആലോചിക്കായിരുന്നില്ലടാ. സമീറ പിടിക്കണം. ഓടും. ഞാൻ ഓടില്ല. പോലീസുകാർ ഞങ്ങളുടെ നടക്കുന്നുണ്ട്. നിന്നെ സംരക്ഷിക്കുന്നത് ഞങ്ങളാന്ന് പറഞ്ഞു. നിങ്ങളെ വീട് പോലീസ് വന്നാൽ ഞാൻ ഒരു പൊക്കോളാം. നിങ്ങൾ എന്തെങ്കിലും പിടിക്കല്ലേ? ഓർമ്മ വെച്ച കാലം പോലെ നിങ്ങൾ എന്നെ കാണുന്നല്ലേ? എന്നിട്ട് എന്നെക്കാളും വിശ്വാസം നിങ്ങൾക്ക് പോലീസിനാ? ഞാൻ ആരും കൊന്നിട്ടില്ല. സമീറ പിടിക്കണം. ഞാനല്ല സാർ. എന്തിനാ സാറേ ആ പാവത്തെ പിടിച്ചോണ്ട് പോണത്? ഇവനാ ചെമ്പകമാളെ കൊന്നത്. അയ്യോ സാറേ, അവ ഇങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. അവ ഇവിടെ വളർന്ന പയ്യനാ. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. എന്താ സംശയമുണ്ടോ? വീട്ടിൽ നിന്നെടുത്ത കാശ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ.
നീ അത് ചെയ്തതിന്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നീ അതെങ്ങനെ ചെയ്തു എന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. ഇതെല്ലാം നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കണതിനാ പറയുന്നോടാ രാജീവ്, ഞാൻ ആ ഹോട്ടലിൽ പണിയെടുത്ത് എങ്ങനെയും ജീവിച്ചോട്ടെ. നിങ്ങളെന്റെ ജീവിതം ഇല്ലാണ്ടാക്കരുത്. ഇനി എന്തില്ലാണ്ടാക്കാനടാ? ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ രാത്രി വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ചെമ്പിൽ മാണിയടുത്ത് രാധാനിവാസിൽ അജയൻ എന്ന് വിളിക്കുന്ന അജ്മലിനെയാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് അറസ്റ്റ് ചെയ്തത്. 2015 ജൂൺ 18-നായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ചെമ്പകമ്മാൾ എന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കാറ്ററിംഗ് ബിസിനസ് നടത്തി ജീവിച്ചിരുന്ന ചെമ്പകമ്മാൾ തമിഴ്നാട് സ്വദേശിനിയായിരുന്നു. ചെമ്പകമ്മാൾ സ്ഥിരമായി ഭക്ഷണം സപ്ലൈ ചെയ്തിരുന്ന ഹോട്ടലിലെ ജീവനക്കാരനായ അജയൻ അവരുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. ചെമ്പകമ്മാളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി എന്താ സാർ? അഷ്റഫ് എന്തൊക്കെയാണ്? അയാളെവിടെ? വിളിക്കാം. ഈ ഹോട്ടലിന് വലിയൊരു ചരിത്രം ഉണ്ടല്ലേ? ഞങ്ങളുടെ ബാപ്പ നടത്തിയതാ. ബാപ്പ നടത്തിയത് ഈ ഹോട്ടലല്ലല്ലോ, രാഗം, പഴയ മാർക്കറ്റിന് മുന്നിൽ. അതെ. അത് പൂട്ടിപ്പോയി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണം? ബാപ്പ ജയിലിൽ പോയി കിടക്കാനുള്ള കാരണം മക്കൾക്കറിയില്ല. ആ കാലത്ത് ഞാൻ പഠിച്ചു കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഹോട്ടലിൽ വെച്ചിരുന്ന ഇന്ത്യയുടെ മാപ്പിൽ കാശ്മീരിൻ്റെ ഭാഗമില്ല. നാട്ടുകാർ ഹോട്ടൽ അടിച്ചു തകർത്തു. എന്താ ശരിയല്ലേ സാർ? അതൊക്കെ പഴയ കാര്യമല്ലേ. നാട്ടുകാർക്ക് എന്താ പറഞ്ഞു നടക്കാൻ പറ്റാത്ത? ബാപ്പാനെ കോടതി വെറുതെ വിട്ടതാ സാർ. ഇപ്പോൾ അതൊക്കെ വെറുതെ മരിച്ച് പുറത്തേക്ക് ഇടരുത്. ഞാനായിട്ടൊന്നും ചെയ്യില്ല, പക്ഷെ നിങ്ങൾ തന്നെ അതിന് വഴി ഉണ്ടാക്കരുത്. ഇപ്പോഴത്തെ കാലം ഏതാണെന്ന് അറിയാലോ. ബാപ്പ കാശ്മീരില്ലാതെ കച്ചവടം നടത്തിയ കാലത്തിനേക്കാളൊക്കെ മോശം. അപ്പോൾ പിന്നെ കൊലപാതകയെ രക്ഷിക്കാൻ നോക്കി, പറഞ്ഞു വിട്ട് കൊല്ലിക്കാൻ നോക്കി എന്നൊക്കെ പേരൊക്കെ വന്നാലോ. പഴയ പ്രേതങ്ങൾക്കൊക്കെ ജീവൻ വയ്ക്കാൻ അധികം സമയം വേണ്ടി വരില്ല. ആലോചിക്കും, ശരിക്കും ആലോചിക്കും.
എന്നിട്ട് നാളെ ഓഫീസിൽ ഇയാളും അനിയനും കൂടി വന്ന് മൊഴി വായിച്ച് കേട്ട് ഒപ്പുവെച്ച്. നിനക്ക് നീന്തലറിയടാ? നീ ആ കത്തി എവിടെയാടാ വലിച്ചെറിഞ്ഞ? ചോദിച്ചിട്ടില്ലടാ, എവിടെയാന്ന് കാണിച്ചു കൊടുക്ക്. സർ, മനോജാണ്. രാജീവേ സാർ, സ്പോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വാ. ഇറങ്ങടാ. നടക്കടാ അങ്ങോട്ട്. എവിടെയാടാ നീ കിടക്കുന്നത്? പറയടാ. പുറത്തോട്ടിറങ്ങുന്നേ. അവിടെ നിന്നാ മതി. മാറിയിരിക്കുന്നേ. ആ കവറിങ് എടുത്തോ. ഇനിയുള്ള നിന്റെ ജീവിതം ഇവിടെ. ഇതിനകത്ത് ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. പെറ്റ തള്ള ഒഴിവാക്കിയിട്ടും വളർത്താനെടുത്തവരെ തള്ളിക്കളഞ്ഞിട്ടും നിങ്ങളൊക്കെ ഇത്ര ഇടിയിടിച്ചിട്ടും എൻ്റെ തടി ബാക്കി നിന്നില്ലേ സാറേ? ആരുമില്ലാത്തവർക്കൊരാളുണ്ട്, എല്ലാം കണ്ടുകൊണ്ട് കാവലിരിക്കുന്ന ഒരാൾ. ഇല്ലെങ്കിൽ ഞാനൊന്നും ഇത്രയും കാലം ജീവിക്കില്ല സാറേ.